എല്ലാവർക്കും ശാലോം ടിവിയുടെ സ്കൂൾ ടൈം എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഞാൻ റോസ് 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇത് എൻ്റെ സ്കൂൾ, സെന്റ് ക്ലാരറ്റ് പബ്ലിക് സ്കൂൾ. നമുക്ക് സ്കൂളിലെ വിശേഷങ്ങളും പ്രോഗ്രാമുകളും കണ്ടിട്ട് വന്നാലോ? കം ഓൺ. കോടമഞ്ഞിന്റെ ശീതളഛായയിൽ സഞ്ചാരികളെ മാടി വിളിക്കുന്ന ദൃശ്യചാരുതയാർന്ന പ്രദേശമാണ് വൈത്തിരി ചാരിറ്റി. വയനാടിന്റെ പ്രവേശന കവാടമായ ലക്കിടിയിൽ നിന്നും 3 കിലോമീറ്റർ മാത്രമാണ് അവിടേക്കുള്ള ദൂരം. ആദ്യകാല കുടിയേറ്റ കർഷകരുടെ പറുദീസയായിരുന്നു ഇവിടം. മാനന്തവാടി രൂപതയുടെ അന്നത്തെ ബിഷപ്പായിരുന്ന അഭിവന്യ ജേക്കബ് തൂങ്കുഴി പിതാവിന്റെ നിർദ്ദേശപ്രകാരം CMI അച്ഛന്മാരുടെ നേതൃത്വത്തിൽ ചാരിറ്റി പ്രദേശത്തെ കത്തോലിക്ക വിശ്വാസികൾ ആധ്യാത്മിക ആവശ്യങ്ങൾക്കായി ഒരു താൽക്കാലിക ദേവാലയം സ്ഥാപിച്ചു. പിതാവിന്റെ നിർദ്ദേശപ്രകാരമാണ് ചേരട്ടി എന്ന പേര് ചാരിറ്റി എന്നാക്കി മാറ്റിയത്. ഈ താൽക്കാലിക ദേവാലയം കാറ്റിലും മഴയിലും തകർന്നു വീണു. പിന്നീട് മാനന്തവാടി രൂപതാ വൈദികനായ ജോസ് കണ്ടത്തിക്കുടി അച്ഛൻ ആദ്യത്തെ പള്ളി പണിതു. എൻ്റെ പേര് ഫാദർ ജിജോ മണക്കാട്ട്. ഞാൻ സെന്റ് ക്ലാരറ്റ് പബ്ലിക് സ്കൂളിലെ അഡ്മിനിസ്ട്രേറ്ററായും അതുപോലെ സെൻറ്റ് ജോർജ് ചാരിറ്റി പള്ളിയുടെ വികാരിയായും സേവനം ചെയ്യുകയാണ്. സെന്റ് ക്ലാരറ്റ് പബ്ലിക് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഗ്രാമീണ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്കൂളാണ്. അതുകൊണ്ട് തന്നെ ഏതാണ്ട് 15 കിലോമീറ്ററോളം ചുറ്റളവിൽ നിന്ന് ഇവിടെ വിദ്യാർത്ഥികൾ വരികയും വിദ്യ അഭ്യസിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിദ്യാർത്ഥികളെ ഇവിടെ കൊണ്ടുവരുവാനായിട്ട് നമ്മൾ 4ഓളം സ്കൂൾ ബസ്സുകളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പശ്ചിമ മലനിരകൾക്കിടയിലെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്കൂളായതുകൊണ്ട് തന്നെ അതിൻ്റേതായ പ്രകൃതി രമണീയമായ ഒരു അന്തരീക്ഷമാണ് ഈ സ്കൂളിനുള്ളത്. അതിൻ്റെ പരിസരവും നിങ്ങൾക്ക് വീക്ഷിച്ചാൽ കാണുവാനായിട്ട് സാധിക്കും. അത് വളരെ മനോഹരമാണ്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റ് പരിസരവും സ്കൂൾ പ്രിമിസസ് ഒക്കെ വളരെ മനോഹരമായിട്ട് സൂക്ഷിക്കുവാനായിട്ട് ഒത്തിരിയേറെ പരിശ്രമിക്കുന്നുണ്ട്. ഞങ്ങളുടെ സ്കൂളിലെ വിശേഷങ്ങൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അടുത്തതായി നമുക്ക് ഒരു പ്രയർ ഡാൻസ് കണ്ടിട്ട് വരാം. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ.
ಸೃಷ್ಟಿಕರ್ತಾ ದೇವನೇ ನಮ್ಮ ಜೀವನ ನಿಮಗರ್ಚನೆ ನಿಮ್ಮ ಪ್ರೀತಿಯ ಸವಿ ನೆನಪಲಿ ನಮ್ಮ ಬದುಕೆಲ್ಲ ನಿಮಗರ್ಪಣೆ ನಮ್ಮ ಸರ್ವಸ್ವ ನೀನೇ ತಾನೇ ಸ್ತುತಿ ವಂದನೆ ಪರಮಾತ್ಮನೇ ಸರ್ವ ಸೃಷ್ಟಿಕರ್ತಾ ದೇವನೇ ನಮ್ಮ ಜೀವನ ನಿಮಗರ್ಚನೆ ನಿಮ್ಮ ಪ್ರೀತಿಯ ಸವಿ ನೆನಪಲಿ ನಮ್ಮ ಬದುಕೆಲ್ಲ ನಿಮಗರ್ಪಣೆ ನವಜೀವ ನವಭಾವ ನಮದಾಗಲಿ ಸತ್ಯದ ಶಾಂತಿಯ ಹಾದಿಯಲಿ ನವಜೀವ ನವಭಾವ ನಮದಾಗಲಿ ಸತ್ಯದ ಶಾಂತಿಯ ಹಾದಿಯಲಿ ಪ್ರೀತಿಯು ನೀತಿಯು ನಮದಾಗಲಿ ನಮ್ಮಯ ಜೀವನ ಪಯಣದಲ್ಲಿ ಪ್ರೀತಿಯು ನೀತಿಯು ನಮದಾಗಲಿ ನಮ್ಮಯ ಜೀವನ ಪಯಣದಲ್ಲಿ ಹೊಸ ಬಾಳ ಬೆಳಕನ್ನು ಕರುಣಿಸು ನೀ ಜಗವನ್ನು ಬೆಳಕಲು ಕೃಪೆ ನೀಡು ನೀ ಸರ್ವ ಸೃಷ್ಟಿಕರ್ತಾ ದೇವನೇ ನಮ್ಮ ಜೀವನ ನಿಮಗರ್ಚನೆ ನಿಮ್ಮ ಪ್ರೀತಿಯ ಸವಿ ನೆನಪಲಿ ನಮ್ಮ ಬದುಕೆಲ್ಲ ನಿಮಗರ್ಪಣೆ ನಮ್ಮ ಸರ್ವಸ್ವ ನೀನೇ ತಾನೇ ಸ್ತುತಿ ವಂದನೆ ಪರಮಾತ್ಮನೇ ಸರ್ವ ಸೃಷ್ಟಿಕರ್ತಾ ದೇವನೇ ನಮ್ಮ ಜೀವನ ನಿಮಗರ್ಚನೆ ನಿಮ್ಮ ಪ್ರೀತಿಯ ಸವಿ ನೆನಪಲಿ ನಮ್ಮ ಬದುಕೆಲ್ಲ ನಿಮಗರ್ಪಣೆ ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം, നമ്മുടെ ഉറക്കം കെടുത്തുന്നതാണ് യഥാർത്ഥ സ്വപ്നമെന്ന APJയുടെ ചിന്താശകലത്തെ ഉദ്ധരിച്ചുകൊണ്ട് പറയട്ടെ, മലനിരകളുടെ താഴ്വാരത്തിൽ പ്രകൃതി രമണീയമായ ചാരിറ്റിയിൽ മലയോര കർഷകരുടെ മക്കൾക്ക് ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്ന സ്വപ്നം നാട്ടുകാരുടെ ചിരകാല അഭിലാഷമായിരുന്നു. പലരും പരിശ്രമിച്ചെങ്കിലും യാഥാർത്ഥ്യമാകാതിരുന്ന ഒരു സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമായിരുന്നു ആന്റണി മേരി ക്ലാരറ്റിൻ്റെ നാമധേയത്തിലുള്ള ഈ വിദ്യാലയം. 2003 ക്ലരീഷ്യൻ സഭയിലെ വിദ്യാഭ്യാസ വിചക്ഷണനായ ക്രാന്തദർശിയായ ബഹുമാനപ്പെട്ട ജോസ് മറ്റത്തിൽ CME അച്ഛൻ സെന്റ് ക്ലാരറ്റ് പബ്ലിക് സ്കൂളിന് തുടക്കം കുറിച്ചു. ഞാൻ ഫാദർ ടോം സി പാലയ്ക്കൽ CMF സെന്റ് ക്ലാരറ്റ് പബ്ലിക് സ്കൂളിൻ്റെ മാനേജറായി ജോലി ചെയ്യുന്നു. 2003 വൈത്തിരി എന്ന ഗ്രാമപ്രദേശത്ത്
ക്ലരീഷ്യൻ സന്യാസ സമൂഹ വൈദികരാൽ ഈ സ്കൂള് സ്ഥാപിതമാകുന്നത്. വൈത്തിരി എന്ന ഗ്രാമപ്രദേശത്തിലുള്ള നാനാജാതി മതസ്ഥരുടെ അറിവിൻ്റെ പ്രകാശമായിട്ട് സെയിൻറ്റ് ക്ലാരറ്റ് പബ്ലിക് സ്കൂള് നിലകൊള്ളുന്നുണ്ട്. കുട്ടികളുടെ ശാരീരികവും മാനസികവും ആധ്യാത്മികവും ഭൗതികവുമായ വളർച്ചയ്ക്ക് ഈ സ്കൂള് പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. വിശുദ്ധ ആൻ്റണി മേരി ക്ലാരറ്റിൻ്റെ നാമത്തിൽ സ്ഥാപിതമായ ഈ സ്കൂളിൽ വിജ്ഞാനവും വിനോദവും അച്ചടക്കവും കാര്യക്ഷമതയും പകർന്നു നൽകുന്നതിൽ എല്ലാവരും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു. ഈ സ്കൂളിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്കൂളിലെ മാനേജ്മെൻറ്റും അധ്യാപകരും അനധ്യാപകരും കുട്ടികളും രക്ഷിതാക്കളും തമ്മിലുള്ള ഒരു സ്നേഹബന്ധമാണ്. അതുതന്നെയാണ് ഈ സ്കൂള് ഏറ്റവും കാര്യക്ഷമമായിട്ട് മുന്നോട്ട് നീങ്ങാനായിട്ട് കാരണമാകുന്നത്. കൊള്ളാവോ? ഞാനിപ്പോൾ ഇരിക്കുന്നത് ഞങ്ങളുടെ സ്കൂളിലെ മ്യൂസിക് റൂമിലാണ്. ഇവിടെ കുറേ കുട്ടികൾ നിരവധി ഇൻസ്ട്രുമെന്റ്സ് പഠിക്കുന്നുണ്ട്. അവർ അതെങ്ങനെ പഠിക്കുന്നതെന്ന് കണ്ടാലോ? എൻ്റെ പേര് ലെജിൻ പോൾ. ഞാൻ ഏതാനും വർഷങ്ങളായി ഈ സ്കൂളിൽ ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക് ടീച്ചറായി ജോലി ചെയ്യുകയാണ്. ഗിറ്റാർ, കീബോർഡ്, വയലിൻ എന്നീ 3 ഇൻസ്ട്രുമെൻറ്റ്സാണ് ഞാൻ പഠിപ്പിക്കുന്നത്. 1 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിലെ ഏകദേശം 50ഓളം വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് ഒരു വിദ്യാർത്ഥിയുടെ വളർച്ചയ്ക്ക് സംഗീതം വളരെയധികം ഉപകരിക്കുന്നു എന്നതാണ് സമീപകാലങ്ങളിലെ പഠനങ്ങളും എല്ലാം തെളിയിക്കുന്നത്. ഒരു കുട്ടിയുടെ സാമൂഹിക, മാനസിക, ഈവൻ ആത്മീയ വളർച്ചയിൽ പോലും സംഗീത ഉപകരണങ്ങളും സംഗീതവും വളരെയധികം സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെയധികം മാതാപിതാക്കൾ ഈ കാലഘട്ടത്തിൽ കുട്ടികളെ ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക് പഠിപ്പിക്കുന്നതിലോട്ട് കടന്നു വരുന്നുണ്ട്. കുട്ടികളുടെ TV, മൊബൈൽ അഡിക്ഷൻസും മാറാനും ഒരു പരിധിവരെ ഇത് സഹായകമാവുന്നുമുണ്ട്. സംഗീതം ദൈവികമാണെന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പഠിക്കുന്ന മക്കളിൽ എപ്പോഴും ഒരു സന്തോഷവും ഒരു പോസിറ്റീവ് എനർജിയും കാണാറുണ്ട്. മക്കളുടെ കൂടെ സ്പെൻഡ് ചെയ്യുമ്പോൾ എനിക്കും ഓട്ടോമാറ്റിക്കായി ആ സന്തോഷവും പോസിറ്റീവ് എനർജിയും ലഭിക്കുന്നതായിട്ട് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. ഞങ്ങളുടെ സ്കൂളിലെ 1ാം ക്ലാസ്സിലെയും 2ാം ക്ലാസ്സിലെയും കുട്ടികൾ നന്നായി ആക്ഷൻ സോങ് കളിക്കും. നമുക്ക് അവരുടെ ആക്ഷൻ സോങ് ഒന്ന് കണ്ടിട്ട് വന്നാലോ? കൂട്ടുകൂടാനോടി വരുമോ
ഞാൻ ഫാദർ ജോയ്സ് ആറ്റുചാലിൽ ഇവിടെ സെൻറ്റ് ക്ലാരറ്റ് പബ്ലിക് സ്കൂളിലെ പ്രിൻസിപ്പലായിട്ട് സേവനം ചെയ്യുന്നു. സെൻറ്റ് ക്ലാരറ്റ് പബ്ലിക് സ്കൂള് ഞങ്ങൾ സ്കൂൾ എന്നതിനേക്കാൾ ഒരു കുടുംബം എന്ന് വിശേഷിപ്പിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. കാരണം ഇവിടേക്ക് കടന്നു വരുന്ന എല്ലാവർക്കും ആ കുടുംബത്തിൻ്റെതായിട്ടുള്ള ഒരു അന്തരീക്ഷവും ഇവിടെ ആയിരിക്കുന്ന അധ്യാപകർ, അനധ്യാപക വിദ്യാർത്ഥികൾക്കും അവരുടെ മാതാപിതാക്കൾക്കുമെല്ലാം അത് വളരെ മനോഹരമായ രീതിയിൽ അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നു ഉണ്ട് താനും. ഈ സ്കൂള് സ്ഥിതി ചെയ്യുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗ്രാമപ്രദേശത്താണ്. പശ്ചിമഘട്ട മലനിരകളുടെ താഴ്വാരത്ത് വളരെ ഹരിതാപമായിട്ടുള്ള മനോഹരമായ ഒരു അന്തരീക്ഷമാണ് നമുക്ക് ഈ സ്കൂളിന് ചുറ്റുവട്ടം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പാട്ട് കേൾക്കാൻ ഇഷ്ടമില്ലാത്തതായി ആരുമില്ലല്ലോ. അപ്പോൾ അടുത്തതായി നമുക്കൊരു പാട്ട് കേൾക്കാം. അടുത്തതായി 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സിയാണോ നോബിയുടെ ഒരു സിംഗിൾ സോങ്.
വരുന്ന എപ്പിസോഡുകളിൽ ഞങ്ങളുടെ സ്കൂളിലെ തുടർ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.